നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 75ാമത് റിപ്പബ്ലിക് ദിനം. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ മന്ത്രി ആർ ബിന്ദു പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ മുൻനിരയിലെത്തിക്കുവാൻ മുൻഗണന നൽകുമെന്ന് മന്ത്രി. സത്യനാരായണ ബേളേരിയിലൂടെ കാസർഗോഡ് ആദ്യ പത്മശ്രീ തിളക്കം. പുരസ്കാര നേട്ടം കാസർഗോഡിന് മാത്രമല്ല, ഓരോ കർഷകനും അഭിമാനം പകരുന്നത്. കാസർഗോഡ് കുറ്റിക്കോലിൽ കുഴൽക്കിണർ ലോറിയും മീൻവണ്ടിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കള്ളാർ ഒറളകുന്നേൽ ജിജോ ജോസഫാണ് മരിച്ചത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പൗവൽ ബെഞ്ച് കോർട്ടിലെ N അബൂബക്കർ ഷാൻഫറാണ് പിടിയിലായത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര 29-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വിരമിക്കൽ വേളയിൽ അധ്യാപികയ്ക്ക് സർപ്രൈസ് ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ. സമ്മാനമായി 4 പവന്റെ സ്വർണമാല നൽകി. വാർത്തകൾ വിശദമായി. 75ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ രാജ്യം ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി ആർ ബിന്ദു പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ മുൻനിരയിലെത്തിക്കുവാൻ മുൻഗണന നൽകുമെന്ന് മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി ആർ ബിന്ദു പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉദാത്തമായ മൂല്യങ്ങളെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കണമെന്നും അരികുവൽക്കരിക്കപ്പെട്ടു പോകുന്ന അശരണരെയും ഭിന്നശേഷിക്കാരെയും സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും കൃത്യമായ ജനാധിപത്യം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണത്. ഭരണഘടനയുടെ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഉള്ളടക്കത്തെ പോറലേൽക്കാതെ സംരക്ഷിക്കാനും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ സാമൂഹ്യനീതി തുടങ്ങിയ ആത്മാവ് തിരിച്ചറിഞ്ഞ് ഉള്ളടക്കത്തെ പോറലേൽക്കാതെ സംരക്ഷിക്കാൻ നാം തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള അവസരമാണിതെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ തന്നെ മുന്നിൽ ആ ഭരണഘടന ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഭരണഘടന എന്ന നിലയിൽ മാത്രമല്ല, ഏറ്റവും കൃത്യമായ നിലയിൽ ജനാധിപത്യം ഉറപ്പുവരുത്തുന്ന ഭരണഘടന എന്ന നിലയിലും ഏറെ അംഗീകരിക്കപ്പെടുന്നു. ആ ഭരണഘടനയുടെ ആത്മാവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളടക്കത്തെ പോറൽ കൂടാതെ സംരക്ഷിക്കുന്നതിനും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ ഈ മണ്ണിൽ സാക്ഷാത്കരിക്കുന്നതിനും നാം തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു സന്ദർഭമാണിത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി P ബിജോയ് എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ AKM അഷ്റഫ്, NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, M രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ADMK നവീൻ ബാബു, അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ നടന്നു. പരേഡിൽ 20 പ്ലറ്റൂണുകൾ അണിനിരന്നു. ജില്ലാ സായുധ പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെയും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെയും സീനിയർ ഡിവിഷൻ NCC, വിവിധ സ്കൂളുകളിലെ NCC സ്റ്റുഡന്റ് പോലീസ്, ബാൻഡ് സെറ്റ്, ടീം കേരള, ജില്ലാ യുവജന കേന്ദ്രം കാസർഗോഡ് എന്നിവ പരേഡിന്റെ ഭാഗമായി. പരേഡിന് ശേഷം MCRC പെരിയ ജില്ലാ ഭരണകൂടത്തിന്റെ ഐലീഡ് പദ്ധതിയുമായി ചേർന്ന് ടാബ്ലോയും അവതരിപ്പിച്ചു. കുമ്പള കൊഹിന്നൂർ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഡിസ്പ്ലേയും നടന്നു.
പരേഡും ആഘോഷ പരിപാടികളും വീക്ഷിക്കുവാൻ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സത്യനാരായണ ബേളേരിക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിച്ചപ്പോൾ കാസർഗോട്ടെത്തിയത് ആദ്യ പത്മശ്രീ. അപൂർവ ഇനം നെൽവിത്തുകളുടെ കാവലാളായ സത്യനാരായണയുടെ ശേഖരത്തിൽ 650-ൽ പരം നെല്ലിനങ്ങളാണുള്ളത്. നെൽവിത്തുകളുടെ സംരക്ഷണത്തിനായുള്ള ഈ കർഷകന്റെ പരിശ്രമം സമാനതകളില്ലാത്തതാണ്. കാസർഗോഡിന് മാത്രമല്ല, ഓരോ കർഷകനും അഭിമാനം പകരുന്നതാണ് സത്യനാരായണയുടെ പുരസ്കാര നേട്ടം. അപൂർവയിനം നെൽവിത്തുകളുടെ സംരക്ഷകനായ സത്യനാരായണ ബേളേരിയെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ തേടിയെത്തിയപ്പോൾ കാസർഗോഡിനത് അഭിമാനമായി മാറി. കാസർഗോഡ് ജില്ലയിലെ ബെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ നെട്ടണിക ഗ്രാമത്തിലെ കർഷക കുടുംബാംഗമാണ് സത്യനാരായണ ബേളേരി. 2 പതിറ്റാണ്ടോളമായി പുതിയ നെല്ലിനങ്ങൾ തേടിയുള്ള യാത്രയിലാണ് അദ്ദേഹം. രാജ്യത്തെയും വിദേശത്തെയും ഉൾപ്പെടെ 650-ലേറെ നെല്ലിനങ്ങൾ ഇപ്പോൾ സത്യനാരായണ ശേഖരത്തിലുണ്ട്. ഗ്രോ ബാഗിലാണ് ഇദ്ദേഹത്തിന്റെ നെൽകൃഷി. ഉപ്പുവെള്ളത്തിൽ വളരാൻ കഴിയുന്ന കക, ഒരു നെല്ലിൽ തന്നെ 2 അരിമണികൾ ഉണ്ടാവുന്ന ജുഗൽ, വരണ്ട മണ്ണിൽ വളരാൻ കഴിയുന്ന വെള്ളത്തൂവൽ, കറുത്ത നിറത്തിലുള്ള കലാം അലിഫൂൽ, ഫിലിപ്പൈൻസിൽ നിന്നുള്ള മനില, അസമിൽ നിന്നുള്ള കരിമ്പൻ, വിത്തുകളുടെ വൈവിധ്യം ഇങ്ങനെ നീളുന്നു. 12 വർഷം മുമ്പ് 2 നെൽവിത്തുകളുമായി തുടങ്ങിയ ശേഖരമാണ് ഇപ്പോൾ 650-ൽ എത്തി നിൽക്കുന്നത്. കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന നെട്ടണികയിലെ സത്യനാരായണയ്ക്ക് നെൽപ്പാടമില്ല. കവുങ്ങും റബ്ബറുമാണ് കൃഷി. ഇതോടൊപ്പം അപൂർവ ഇനം നെൽവിത്തുകളുടെ ഉൽപാദനത്തിനും സംരക്ഷണത്തിനുമായുള്ള ഈ കർഷകന്റെ പരിശ്രമം സമാനതകളില്ലാത്തതാണ്. ഇതാണ് ഇദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പത്മശ്രീ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സാധാരണക്കാരായ കർഷകരെ അംഗീകരിക്കുന്നത് വലിയ പ്രചോദനമാണെന്നും സത്യനാരായണ ബേളേരി പറഞ്ഞു. അന്യം നിന്ന് പോകുന്ന നാടൻ നെല്ലിനകളെ സംരക്ഷിക്കുന്നതാണ്. അത് ഒരുപാട് ഏരിയയിൽ സംരക്ഷിക്കുന്നതല്ല, പാട് സംരക്ഷിക്കുന്നതല്ല. ഇനങ്ങളെ ചെറിയ ഒരു തോതിൽ ഇത് ഒരുപാട് 650ഓളം നാടൻ നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതാണ്. അതൊരിൻ്റെ ഹോബിയായിട്ട് ഉള്ളതാണ്. ആ ഇനങ്ങളെ ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അതിൽ കിട്ടിയ വിത്തിനെ ഇത് കൈമാറ്റം ചെയ്യുന്നതാണ്. അവിടെ കിട്ടിയ ഒരു ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. നമ്മളെ പോലത്തെ ആൾക്കാരെയും കൂടി സർക്കാർ ഈ പ്രവൃത്തിക്ക് ഇത് അംഗീകരിക്കുന്നു പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മളത് പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ല. എന്നാലും നമുക്കൊരു ഇങ്ങനത്തെ കിട്ടി നമ്മൾ മറ്റുള്ളവർക്ക് ഈ അവാർഡ് ഒരു വലിയ പ്രചോദനമായി മാറും. 2021-ൽ കേന്ദ്ര കൃഷി മന്ത്രാലയവും പ്ലാൻ ജിനോം സേവിയർ ഫാർമർ പുരസ്കാരം നൽകിയും സത്യനാരായണ ബേളേരിയെ ആദരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കുറ്റിക്കോലിൽ കുഴൽക്കിണർ ലോറിയും മീൻ കൊണ്ടുപോകുകയായിരുന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കള്ളാർ ഒറളാക്കുന്നേൽ ജിജോ ജോസഫാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഞെട്ടിപ്പിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കുറ്റിക്കോലിൽ കുഴൽക്കിണർ നിർമ്മാണത്തിനെത്തിയ ലോറിയും മീൻ കൊണ്ടുപോവുകയായിരുന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണ മരണം. പിക്കപ്പ് വാൻ ഓടിച്ചിരുന്ന കള്ളാർ ഒറളാക്കുന്നേൽ ജിജോ ജോസഫാണ് മരിച്ചത്. കുറ്റിക്കോൽ മാലക്കല്ല് റോഡിൽ കളക്കരയിൽ രാവിലെ 8 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. കയറ്റത്തിൽ നിന്നും നിയന്ത്രണം വിട്ട കുഴൽക്കിണർ കുഴിക്കുന്ന ലോറി പിക്കപ്പ് വാനിൽ ഇടിച്ചു കയറുകയായിരുന്നു. 2 വാഹനങ്ങളും കുഴിയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ കുഴൽക്കിണർ ലോറിയിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. മണി, കേശവൻ, അണ്ണാമല, കറുപ്പയ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആശുപത്രിയിൽ എത്തിച്ച ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വെള്ളരിക്കുണ്ടിൽ മീൻ വിൽപ്പന നടത്തി വരികയായിരുന്നു മരണപ്പെട്ട ജിജോ ജോസഫ്. പനച്ചിക്കുന്നിൽ ജോസഫ് മേരി ദമ്പതികളുടെ മകനാണ്. ജോബി, ജസ്റ്റിൻ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പൗവൽ ബെഞ്ചുകോട്ടിലെ N അബൂബക്കർ ഷാൻഫറാണ് പിടിയിലായത്. തളങ്കര പഴയ ഹാർബർ പരിസരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പൗവൽ ബെഞ്ച് കോർട്ടിലെ N അബൂബക്കർ ഷാൻഫറാണ് അറസ്റ്റിലായത്. പോലീസ് പട്രോളിങ്ങിനിടെ വ്യാഴാഴ്ച വൈകിട്ട് 5:30 മണിയോടെയാണ് തളങ്കര പഴയ ഹാർബറിന് സമീപത്ത് നിന്ന് കാസർഗോഡ് ടൗൺ ഇൻസ്പെക്ടർ P അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം യുവാവിനെ പിടികൂടിയത്. പട്രോളിംഗ് നടത്തുമ്പോൾ തളങ്കരയിൽ നിന്ന് ഒരു കാർ ഹാർബറിൽ നിന്ന് പെട്ടെന്ന് ഓടിച്ചു പോകാൻ നോക്കി. തന്നെ ഒരു ബ്ലോക്ക് ഇട്ട് വാഹനം പരിശോധിച്ചപ്പോൾ നമുക്ക് 10,300 കിലോ കഞ്ചാവ് കണ്ടെത്താൻ സാധിച്ചു. അബൂബക്കർ ഷാൻഫർ എന്നാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്. കോവൽ സ്വദേശിയാണ്. തുടർന്നുള്ള അന്വേഷണം നടത്തുന്നത്.
ഇയാളിൽ നിന്ന് 10 കിലോയിലധികം കഞ്ചാവാണ് കണ്ടെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. SI P മധുസൂദനൻ, ASI T രാമചന്ദ്രൻ, SCPOമാരായ NV രഘു, K ജിനചന്ദ്രൻ, ശ്രീജേഷ്, ഉണ്ണി എന്നിവരും കഞ്ചാവ് വേട്ട നടത്തിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ അച്ചടി ദൃശ്യ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു അവാർഡ് വിതരണം നിർവഹിച്ചു. കുടുംബമേളയും സംഘടിപ്പിച്ചു. പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് MV ദാമോദരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച വാർത്തയ്ക്കുള്ള അവാർഡ് കണ്ണൂർ മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ PP ലിബീഷ് കുമാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിൽ നിന്നും ഏറ്റുവാങ്ങി. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച പറക്കും റോറോ പരമ്പരയ്ക്കാണ് അവാർഡ്. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ അവാർഡ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ ഫൈസൽ ബിൻ അഹമ്മദിന് മന്ത്രി സമ്മാനിച്ചു. 1400 ജലതുരങ്കങ്ങൾ നിർമ്മിച്ച കുഞ്ഞമ്പുവേട്ടന്റെ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ സഫലതയും പ്രകൃതിബോധവും പ്രതിഫലിപ്പിച്ച വാർത്തയ്ക്കാണ് പുരസ്കാരം. വാർത്തയ്ക്ക് ദൃശ്യപൊലിമ നൽകിയ ക്യാമറാമാൻ സുനിൽകുമാർ ബേപ്പിനെ പ്രസ് ഫോറം ഉപഹാരം നൽകി അനുമോദിച്ചു. അട്ടക്കാട്ടെ ആദ്യകാല കർഷക സംഘം പ്രവർത്തകൻ തോട്ടോൻ കോമൻ മണിയാണിയുടെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ മികച്ച ഗ്രാമീണ റിപ്പോർട്ടറിനുള്ള മാധ്യമ അവാർഡ് ദേശാഭിമാനി ചെറുവത്തൂർ ലേഖകൻ വിജിൻദാസ് കിനാത്തിൽ ഏറ്റുവാങ്ങി. ആദ്യകാല കർഷക കമ്മ്യൂണിസ്റ്റ് നേതാവ് KV രാമുണ്ണിയുടെ സ്മരണയ്ക്കായി കുടുംബം സായാഹ്ന പത്രങ്ങളിലെ റിപ്പോർട്ടർമാർക്കായി ഏർപ്പെടുത്തിയ അവാർഡ് ഉത്തരദേശം ലേഖകൻ സുരേഷ് പയ്യങ്ങാനവും ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകർ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടണമെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. പക്ഷേ സമകാലിക സാഹചര്യങ്ങളിൽ വളരെ ഖേദപൂർവം നാം തിരിച്ചറിയുന്നതായ ഒരു കാര്യം, പലപ്പോഴും മാധ്യമ പ്രവർത്തകർ മാധ്യമത്തിന്റെ പിന്നിലുള്ള മൂലധനത്തിന്റെ ഇംഗിതത്തിന് അനുസൃതമായി പെരുമാറുന്നു എന്നുള്ളതാണ്. നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സുധീരമായ നിലപാടുകൾ എടുത്ത ഒട്ടനവധി പത്രപ്രവർത്തകർ ജീവിച്ചുപോയ ഒരു നാടാണ് കേരളം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലെ, കേസരി ബാലകൃഷ്ണപിള്ളയെ പോലെയൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിർഭയം നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ തയ്യാറായ വലിയ ഒരു നിര പത്രപ്രവർത്തകർ കേരളത്തിന്റെ ഇന്നലെകളിലുണ്ട്. കാഞ്ഞങ്ങാട് ബിഗ്മാൾ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. MLA മാരായ E ചന്ദ്രശേഖരൻ, M രാജഗോപാൽ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മുൻ നഗരസഭാ ചെയർമാൻ VV രമേശൻ, സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞാമത് പാലക്കി, ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ, A ഹമീദ് ഹാജി, അഡ്വക്കേറ്റ് NA ഖാലിദ്, സുധാകരൻ മടിക്കെ, C രാജൻ പെരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. അവാർഡ് പ്രസ് ഫോറം ട്രഷറർ ഫസലുർ റഹ്മാൻ പരിചയപ്പെടുത്തി. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് KS ഹരി നന്ദിയും പറഞ്ഞു. കുടുംബസംഗമത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര 29-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ജനുവരി 29-ന് കാസർഗോഡ് നിന്നും തുടക്കമാകും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 13-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. അന്നേ ദിവസം കടകൾ അടച്ച് പണിമുടക്കും. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകുക, പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കരുത്, കറണ്ട് ചാർജ് വർധന പിൻവലിക്കുക, ലൈസൻസ് പുതുക്കുന്നതിനുള്ള നിബന്ധന ഒഴിവാക്കുക തുടങ്ങിയ വ്യാപാരികളെ ബാധിക്കുന്ന 29 ആവശ്യങ്ങളുന്നയിച്ചാണ് സമരം. 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകും. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 29-ാം തീയതി മുതൽ വരുന്ന ഫെബ്രുവരി 13 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ നടത്തുകയാണ്. ചെറുകിട വ്യാപാര മേഖലകൾ ഇന്ന് വിവിധ പ്രശ്നങ്ങൾ മൂലം കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന നമ്മുടെ വാഹനപ്രചരണ ജാഥയിൽ ജില്ലയിലെ 5000-ഓളം പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം
നീലേശ്വരത്ത് ഉച്ചയ്ക്ക് 3 മണിക്കാണ് സ്വീകരണം. അവിടുത്തെ ചിറ്റാരിക്കൽ, ചെറുവത്തൂർ, നീലേശ്വരം മേഖലയിൽ 2000-ഓളം ആളുകൾ പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ്, ജനറൽ സെക്രട്ടറി കെ സജി, AV ഹരിഹരസുധൻ, കെ ദിനേശ്, TA ഇല്യാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവത്തൂർ മേഖലാ കൺവെൻഷൻ തൃക്കരിപ്പൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന വാഹനജാഥ പരിപാടിയുടെ ജില്ലാതല സമാപനത്തിൽ 10,000 പേരെ പങ്കെടുപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന വാഹനജാഥ പരിപാടിയുടെ ജില്ലാതല സമാപനത്തിൽ 10,000 പേരെ പങ്കെടുപ്പിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവത്തൂർ മേഖലാ കൺവെൻഷൻ തീരുമാനിച്ചു. 29 പരം ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി സംഘടന നടത്തുന്ന ജാഥയുടെ ജില്ലാ സമാപന പരിപാടി വിജയമാക്കാൻ തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷനിൽ രൂപം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ മൂലം ചെറുകിട വ്യാപാരികൾ തൊഴിലുപേക്ഷിച്ച് പോവുകയാണെന്ന് ഷെരീഫ് കുറ്റപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KJ സജി, വൈസ് പ്രസിഡന്റ് PP മുസ്തഫ, സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരീഷ് ചീമേനി, തൃക്കരിപ്പൂർ യൂണിറ്റ് സെക്രട്ടറി AG നൂറുൽ അമീൻ, വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് E രാധ എന്നിവർ സംസാരിച്ചു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള അനുസ്മരണ സംഗമവും സാംസ്കാരിക സമ്മേളനവും മഞ്ചേശ്വരം യത്തീംഖാനയിൽ നടന്നു. അനുസ്മരണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ മഞ്ചേശ്വരം യത്തീംഖാന പരിസരത്ത് യത്തീംഖാന കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കാണുമ്പോൾ അവർ ഓർക്കും, ചിലപ്പോൾ നമ്മൾ അവരെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ അവരെ ഓർക്കും. എന്നാൽ മറ്റു ചിലരുണ്ട്, നമുക്കവരെ കാണുകയോ കേൾക്കുകയോ വേണ്ട, മനസ്സിൽ എപ്പോഴും അവരെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അത്തരം ആളുകളിൽ ഒരാളാണ് ചെറുക്കളം അബ്ദുള്ള സാഹിബ് എന്ന് എനിക്ക് തോന്നാറ്. ಕರ್ನಾಟಕ ನಿಯಮಸಭಾ ಸ್ಪೀಕರ್ UT ಖಾದರ್ ಮುಖ್ಯಾತಿಥಿಯಾಗಿರುന്നു. ಬಹುಶಃ ಇವತ್ತು ರಾಜ್ಯಕ್ಕೆ ಆ ಪ್ರತಿಯೊಂದು ವ್ಯಕ್ತಿಯ ಆ ಒಂದು ವ್ಯಕ್ತಿತ್ವ ಮತ್ತು ಒಂದು ದೀರ್ಘಕಾಲ ರಾಜಕೀಯ ಜೀವನದಲ್ಲಿ ಅವರು ಕಂಡುಕೊಂಡಂತಹ ಆ ಒಂದು ಶ್ರಮ, ಅವರ ತ್ಯಾಗ ಮತ್ತು ಅವ್ರ ಸಮಾಜಕ್ಕೆ ಕೊಟ್ಟಂಥ ಕೊಡುಗೆ ಯುವ ಜನಾಂಗ ಕಳೆದು ತಿಳ್ಕೊಂಡು ಅವರೊಂದು ಉತ್ತಮ ಪ್ರತಿನಿಧಿ ಆಗಬೇಕಾದ್ರೆ ಅದು ಚೆರ್ಕಲ್ ಅಬ್ದುಲ್ ಅವರ ಜೀವನ ಚರಿತ್ರೆಯನ್ನು ಕೂಡ ಅರ್ಥ ಮಾಡಿಕೊಳ್ಬೇಕಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ചെർക്കള അബ്ദുള്ള ഫൗണ്ടേഷൻ നൽകുന്ന പ്രസ്റ്റീജിയസ് ലീഡർഷിപ്പ് അവാർഡ് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ KM ഖാദർ മൊയ്തീനും, കൾച്ചറൽ ഫ്രൈഡ് അവാർഡ് T പത്മനാഭനും, ബിസിനസ് ഹോണസ്റ്റ് അവാർഡ് സുധീർ കുമാർ ഷെട്ടിക്കും കൈമാറി. 50,000 രൂപയും മൊമന്റോയുമായിരുന്നു പുരസ്കാരങ്ങൾ. മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് MS മുഹമ്മദ് കുഞ്ഞി, ചിത്രകാരൻ P പുണിഞ്ചിത്തായ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സൂപ്പി വാണി മെയിൽ എന്നിവർക്കും വേദിയിൽ പ്രത്യേക ബഹുമതികളോടെ 10,000 രൂപയും മൊമന്റോയും നൽകി ആദരിച്ചു. യത്തീംഖാനയിൽ പുതുതായി നിർമ്മിച്ച മുറിയുടെ ഉദ്ഘാടനവും ചെറുക്കളം ഓർമ്മ പുസ്തക വിതരണവും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കർണാടക മുൻ മുഖ്യമന്ത്രി രാംനാഥ് റൈ, പ്രേമാനന്ദ സ്വാമിജി, അബ്ദുൽ മജീദ് KA, MC ഖമറുദ്ദീൻ, UK സൈഫുള്ള തങ്ങൾ, മൊയ്തീൻ കുഞ്ഞി, ഹാരിസ് ചൂരി, നാസർ ചെറുക്കളം, V വേണുഗോപാൽ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിരമിക്കൽ വേളയിൽ അധ്യാപികയ്ക്ക് സർപ്രൈസ് ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ. 4 പവന്റെ സ്വർണ്ണമാല നൽകിയാണ് ഇവർ അധ്യാപികയെ ഞെട്ടിച്ചത്. മംഗളൂരു അക്കരങ്ങാടിയിലെ ദാറുൽ ഇസ്ലാം എയ്ഡഡ് സീനിയർ പ്രൈമറി സ്കൂളിലായിരുന്നു സംഭവം. വികാര നിർഭരമായ ചടങ്ങിൽ കണ്ണീരോടെയാണ് അധ്യാപിക സമ്മാനം ഏറ്റുവാങ്ങിയത്. 3 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്ന അധ്യാപികയ്ക്ക് സർപ്രൈസ് സമ്മാനം നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ. മംഗളൂരു അക്കരങ്ങാടിയിലെ ദാറുൽ ഇസ്ലാം എയ്ഡഡ് സീനിയർ പ്രൈമറി സ്കൂളിലെ അധ്യാപിക ജയലക്ഷ്മി R ഭട്ടിനാണ് 33 ഗ്രാമിന്റെ സ്വർണ്ണമാല സമ്മാനമായി നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ അത്ഭുതപ്പെടുത്തിയത്.
28 വർഷത്തെ സേവനത്തിന് ശേഷം ജയലക്ഷ്മി ടീച്ചർ സ്കൂളിൽ നിന്നും 2020 വിരമിച്ചിരുന്നുവെങ്കിലും പിന്നീട് അധ്യാപകരുടെ കുറവ് മൂലം ശമ്പളം വാങ്ങാതെ ജോലി തുടർന്നു വരികയായിരുന്നു. ഇങ്ങനെ 3 വർഷക്കാലം ശമ്പളം വാങ്ങാതെ ജോലി ചെയ്ത് ഈ മാതൃകാ അധ്യാപിക കഴിഞ്ഞ ദിവസമായിരുന്നു വിരമിച്ചത്. ഈ വേളയിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അപ്രതീക്ഷിതമായി 4 പവനിലേറെയുള്ള സ്വർണ്ണമാല സമ്മാനമായി നൽകിയത്. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചർച്ച ചെയ്താണ് വിദ്യാർത്ഥികൾ സ്വർണ്ണമാല നൽകുവാൻ തീരുമാനിച്ചത്. തുടർന്ന് 2,10,000 രൂപയോളം സ്വരൂപിച്ചു. ഇക്കാര്യം അതീവ രഹസ്യമാക്കി വച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നടന്ന സ്കൂൾ വാർഷികത്തിൽ ಟೀಚರ್ಗೆ ಸರ್ಪ್ರೈಸ್ ಸಮ್ಮಾನമായി ಸ್വർಣಮಾಲ ಸಮ್ಮಾನಿക്കുകಯಾയിരുന്നു. ಜಯಲಕ್ಷ್ಮಿ ಆರ್ ಭಟ್ ಅವರ ನಿವೃತ್ತಿ ಆದರೂ ಕೂಡ ಹಲವಾರು ವರ್ಷಗಳಿಂದ ಇವಾಗಲೂ ಕೂಡ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ಇವರಿಗೆ ಏನಾದರೂ ಒಂದು ನೆನಪಿಗೋಸ್ಕರ ನಮ್ಮ ಈ ಶಾಲೆಯ ಒಂದು ನೆನಪಿಗೋಸ್ಕರ ಏನಾದರೂ ಒಂದು ಕೊಡುಗೆ ಕೊಡಬೇಕಂತ ಹೇಳಿ ನಮ್ಮ ಕಮಿಟಿಯಿಂದ ಹಳೆ ವಿದ್ಯಾರ್ಥಿ ಕಮಿಟಿಯಿಂದ ಆ ಒಂದು ಮೀಟಿಂಗ್ನಲ್ಲಿ ಇಟ್ಟಂತಹ ಪ್ರಸ್ತಾಪ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಹಲವು ರೀತಿಯ ಚಿಂತನೆಗಳು ಬಂದವು. ಆದರೆ ಕೊನೆಯದಾಗಿ ಇವರಿಗೆ ಒಂದು ನೆನಪಿಗೋಸ್ಕರ ಅದೇ ರೀತಿ ಇನ್ನು ಮುಂದೆ ಏನಾದರೂ ಇದರಿಂದ ಒಂದು ಪ್ರಯೋಜನಕಾರಿ ಆಗಲು ಈ ಒಂದು ಚಿನ್ನವನ್ನು ಸಾಧಾರಣ 35 ಗ್ರಾಂ ಚಿನ್ನವನ್ನು ಉಡುಗೊರೆಯಾಗಿ ಕೊಡಲು ನಾವು ತೀರ್ಮಾನಿಸಿದೆವು ನಮ್ಮ ಕಮಿಟಿ. വികാര നിർഭരമായ ചടങ്ങിൽ കണ്ണീരോടെയാണ് അധ്യാപിക സമ്മാനം ഏറ്റുവാങ്ങിയത്. 31 വർഷക്കാലത്തെ സേവനത്തിൽ 2000-ഓളം വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയ അധ്യാപികയ്ക്കുള്ള മനോഹരമായ യാത്രയയപ്പായി ഇത് മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. നടക്കാവ് യുദ്ധ സ്മാരകത്തിന് മുന്നിൽ ബ്രാഞ്ച് പ്രസിഡന്റ് കെ പ്രഭാകരൻ ദേശീയ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിനാഘോഷ ഭാഗമായി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ ബ്രാഞ്ചിൽ ബ്രാഞ്ച് പ്രസിഡന്റ് കെ പ്രഭാകരൻ നടക്കാവ് യുദ്ധ സ്മാരകത്തിന് മുന്നിൽ ദേശീയ പതാക ഉയർത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ചടങ്ങിൽ വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കുഞ്ഞിരാമൻ, ജോയിന്റ് സെക്രട്ടറി പി ഗോപാലകൃഷ്ണൻ, മഹിളാ വിംഗ് പ്രസിഡന്റ് വി ശശികല, ജോയിന്റ് സെക്രട്ടറി പി സുലോചന, പി ധനേഷ്, അഡ്വക്കേറ്റ് CV പുരുഷോത്തമൻ, ഇ രാജൻ, TP മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നായന്മാർമൂല ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ദേശീയ അംഗീകാര പ്രഖ്യാപനം ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ നായന്മാർമൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി NABHന്റെ പ്രാഥമിക സർട്ടിഫിക്കറ്റിന് അർഹത നേടി. നായന്മാർമൂല ദേശീയപാതയിൽ നിന്നും 1 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി 1993 പ്രവർത്തനം ആരംഭിച്ചത്. മെച്ചപ്പെട്ട രോഗി പരിചരണവുമായി ആതുര സേവന രംഗത്ത് മികച്ച സേവനമാണ് ഡിസ്പെൻസറി നൽകി വരുന്നത്. ദേശീയ അംഗീകാര പ്രഖ്യാപനം ജനുവരി 27 ശനിയാഴ്ച രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ അധ്യക്ഷത വഹിക്കും. NA നെല്ലിക്കുന്ന് MLA ദേശീയ അംഗീകാര പ്രഖ്യാപനം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമ മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നായന്മാർമൂല ആശ്രമമായി പ്രവർത്തിക്കുന്ന ഹോമിയോ ഹോസ്പിറ്റലിൽ ഇത് NABHന്റെ കീഴിൽ ഇത് അപ്ലോഡ് ചെയ്ത് പിന്നെ കേരളത്തിൽ തന്നെ നമ്പർ 1 ഹോസ്പിറ്റലായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രഖ്യാപനവും ഉദ്ഘാടനവും 27-ാം തീയതി ശനിയാഴ്ച 11 മണിക്ക് ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ഉണ്ണിത്താൻ നിർവഹിക്കും. പ്രഖ്യാപന സമ്മേളനം പ്രഖ്യാപിക്കുന്നത് MLA കാസർഗോഡ് MLA ആണ്. സലീം എടനീർ, അസൈനർ ബദരിയ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയേഷ് K, സുജിത A, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പേക്കടം കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി അടയാളം വാങ്ങൽ ചടങ്ങ് നടന്നു. തുടർന്ന് നടന്ന തറവാട് കുടുംബസംഗമം റിട്ടയർഡ് SI സുരേന്ദ്രൻ വടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ പേക്കടം വൈക്കത്ത് തറവാട്ടിൽ കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഏപ്രിൽ 2, 3 തീയതികളിൽ നടക്കുന്ന കളിയാട്ടത്തിന് തറവാട് നടയിൽ വെച്ച് അടയാളം കൊടുത്തു. കോലാധികാരികളായ ബാബു കർണമൂർത്തിയും സജേഷ് പണിക്കരും പേക്കടം കുറുവാപ്പള്ളി അറയിലെ ശ്രീധരൻ കലയക്കാരനിൽ നിന്നും അടയാളം ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന തറവാട് കുടുംബസംഗമം റിട്ടയർഡ് SI സുരേന്ദ്രൻ വടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തറവാട് പ്രസിഡന്റ് വൈക്കത്ത് വത്സരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V സുധാകരൻ, ഭാസ്കരൻ ചെറുവത്തൂർ, രാഘവൻ മുനമ്പത്ത്, V രാഘവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രഗതി ഭിന്നശേഷി വിദ്യാലയത്തിലെ കുട്ടികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ആര്യ പി രാജ് IAS യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. കാരുണ്യ പ്രവർത്തന രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉളിയത്തെടുക്ക പ്രഗതി ഭിന്നശേഷി വിദ്യാലയത്തിലെ കുട്ടികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. ബേക്കൽ ബീച്ചിലേക്ക് സംഘടിപ്പിച്ച ഉല്ലാസയാത്ര ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ആര്യ പി രാജ് IAS ഫ്ലാഗ് ഓഫ് ചെയ്തു. വീടുകളിലായാലും സ്കൂളുകളിലായാലും 4 ചുമരുകൾക്കൂടെ ഉള്ളിൽ തന്നെയാണ് ഇവരെന്നും ജീവിതകാലത്ത് നിൽക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അവരെ പുറത്ത് കൊണ്ടുപോകുക, പുറം ലോകം കാണിക്കുക, ബാക്കി എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. ചിറക് കമ്മിറ്റി അംഗങ്ങളായ NA മഹമ്മൂദ്, NA ഹനീഫ, ഹക്കീം പ്രിൻസ്, NA താഹിർ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന ഇത്തരം കുട്ടികളെയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചിറക് കൂട്ടായ്മ ഇന്ന് ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരം ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ അവരെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഷീർ ചാൽക്കര, ബഷീർ ബാവ, NA സ്കൂൾ ചെയർമാൻ ഹസീന നൌഫൽ, സ്മാർട്ട് ബസാർ ഭാരവാഹികൾ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കൂഡ്ലു ശിവനഗർ ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ ഭൂതബലി ഉത്സവത്തിന് തുടക്കമായി. ശനിയാഴ്ച രക്തേശ്വരി ഗുളിക ദൈവങ്ങളുടെ കോലം ഭക്തർക്ക് അനുഗ്രഹമേകും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ചടങ്ങുകളും ധാർമ്മിക പരിപാടികളും നടക്കും. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടു കൂടിയാണ് ഭൂതബലി ഉത്സവത്തിന് തുടക്കമായത്. തുടർന്ന് ശുദ്ധികലശം, നവകാഭിഷേകം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ തുലാഭാരം, മഹാപൂജ, വഴിപാട് കൂട്ടം എന്നിവയും തുടർന്ന് അന്നദാനവും നടന്നു. ദേവികി തനയ കുഡ്ലു അവതരിപ്പിച്ച ഹരികഥ സത്സംഗ പരിപാടി ഭക്തർക്ക് മികച്ച അനുഭവമായി. തുടർന്ന് ദീപാരാധന, തായമ്പക, തോടങ്ങൽ, ഉത്സവ പൂജ, ഉത്സവബലി, കരിമരുന്ന് പ്രയോഗം എന്നിവ നടന്നു. ഉത്സവത്തിന്റെ 2ാം ദിനമായ ശനിയാഴ്ച രക്തേശ്വരി ഗുളിക ദൈവങ്ങളുടെ കോലം ഭക്തർക്ക് അനുഗ്രഹമേകും. ഭൂതബലി ഉത്സവത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം സ്വീകരിക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭിന്നശേഷി കുടുംബങ്ങൾക്ക് മുട്ടക്കോഴി വിതരണം ചെയ്ത് അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ്. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 50ഓളം കുടുംബങ്ങൾക്കാണ് ജീവിതമാർഗത്തിനായി മുട്ടക്കോഴികൾ നൽകിയത്. അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 50ഓളം ഭിന്നശേഷി കുടുംബങ്ങൾക്ക് മുട്ടക്കോഴി വിതരണം ചെയ്തു. ഒപ്പം അംഗത്വ കാർഡും വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം SI ജയരാജ് M ഉദ്ഘാടനം ചെയ്തു. സിന്ധു ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഖലീഫ ഉദിനൂർ ആദ്യ മുട്ടക്കോഴി വിതരണം നടത്തി. മുഖ്യാതിഥിയായ ഇക്ബാൽ ഉപ്പള അംഗത്വ കാർഡ് വിതരണം നടത്തി. ഇർഫാന ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ രതീഷ് കുണ്ടംകുഴി സ്വാഗതം പറഞ്ഞു. പുഷ്പലത ബളാൽ, തൻസീറ ഷമീർ, സൽമ മുനീർ, ബബിത ചെമ്പ്രക്കാനം, മാധവൻ പുലിയന്നൂർ, ലിസി കൊടവലം, സക്കീന പരപ്പ, മറിയം അരയി തുടങ്ങിയവർ സംസാരിച്ചു. രാമചന്ദ്രൻ ചീമേനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 75ാമത് റിപ്പബ്ലിക് ദിനം. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ മന്ത്രി R ബിന്ദു പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ മുൻനിരയിലെത്തിക്കുവാൻ മുൻഗണന നൽകുമെന്ന് മന്ത്രി. സത്യനാരായണ ബേളേരിയിലൂടെ കാസർഗോഡ് ആദ്യ പത്മശ്രീ തിളക്കം. പുരസ്കാര നേട്ടം കാസർഗോഡിന് മാത്രമല്ല, ഓരോ കർഷകനും അഭിമാനം പകരുന്നത്.
കാസർഗോഡ് കുറ്റിക്കോലിൽ കുഴൽക്കിണർ ലോറിയും മീൻവണ്ടിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കള്ളാർ ഒറള കുന്നേൽ ജിജോ ജോസഫാണ് മരിച്ചത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പൗവൽ ബെഞ്ച് കോർട്ടിലെ N അബൂബക്കർ ഷാൻഫറാണ് പിടിയിലായത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര 29-ന് കാസർഗോട്ട് നിന്നും ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വിരമിക്കൽ വേളയിൽ അധ്യാപികയ്ക്ക് സർപ്രൈസ് ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ. സമ്മാനമായി 4 പവന്റെ സ്വർണമാല നൽകി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.